പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മണ്ഡല കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങുന്ന കലാശക്കൊട്ട് 5 മണിയോടെയാണ് അവസാനിക്കുക. പേരൂർക്കടയിൽ നിന്നും അല്ലമീൻ ചേരുന്ന വിവരങ്ങളുമായി. അല്ലമീൻ, പേരൂർക്കടയിലാണോ മുന്നണികളുടെ എല്ലാവരുടെയും കൊട്ടിക്കലാശം അവസാനിക്കുക? എത്രത്തോളം ഒരുക്കങ്ങൾ പൂർണ്ണമാണ്? ഏതൊക്കെ പ്രമുഖരാണ് അവിടെ പങ്കെടുക്കുന്നത്? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും കലാശക്കൊട്ടിന്റെ പ്രധാനപ്പെട്ട വേദി അത് പേരൂർക്കടയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയിലാണ്. പേരൂർക്കട ഒരു ആവേശക്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഒരു ആവേശ തെരുവായി പേരൂർക്കട രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് UDF-ന്റെ പ്രവർത്തകർ, മറുഭാഗത്ത് BJP-യുടെ പ്രവർത്തകർ, മറുഭാഗത്ത് ഇടതുപക്ഷ പ്രവർത്തകർ. അങ്ങനെ പേരൂർക്കടയിൽ ഓരോ മേഖലകളിലായും ഓരോ പാർട്ടി പ്രമുഖർ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒരു 4:30യോടുകൂടി ഈ പേരൂർക്കടയിലെ ആവേശക്കടലിന് ആവേശം തീർക്കാനും അതിന് വീര്യം പകരാനും ഇവിടേക്ക് വരികയും ചെയ്യും. ശശി തരൂരും പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഈ പ്രചരണത്തിന്റെ കലാശക്കൊട്ട് വേദിയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ ശബ്ദമയമാണ്. ഗാനമേളകളും അതുപോലെ തന്നെ വാദ്യഘോഷമേള അകമ്പടിയോടെ പ്രവർത്തകർ ആവേശ പൂങ്കാവിരത്തിന് ആവേശപൂരത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള DJ സംവിധാനം, സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ടുകൾ, അതുപോലെ തന്നെ കൊടിതോരണങ്ങൾ, ബലൂൺ, അങ്ങനെ എല്ലാ തരത്തിലും, ഒപ്പം പൂക്കാവടി ഉൾപ്പെടെ ഏതെല്ലാം രീതിയിൽ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കാനാകുമോ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് തന്നെയാണ് മുന്നണികൾ ഈ പേരൂർക്കടയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. UDF-ന് വേണ്ടി സിറ്റിംഗ് MP മത്സരിക്കുന്നു, LDF-ന് വേണ്ടി മുൻ MP മത്സരിക്കുന്നു, BJP-ക്ക് വേണ്ടി കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ശ്രദ്ധേയമായ ഒരു പോരാട്ട ഭൂമിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രചരണ രംഗത്ത് ആ ആവേശവും ആ വീറും വാശിയും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു മാറ്റുരയ്ക്കൽ വേദിയായി ഈ കലാശക്കൊട്ട് വേദി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുന്നണികളുടെ ബലാബല പരീക്ഷണത്തിന്റെ വേദി, മുന്നണികളുടെ ശക്തി പ്രകടനത്തിന്റെ അവസാന മണിക്കൂറുകൾ, അത് അവിസ്മരണീയമാക്കുന്നതിൽ കുറഞ്ഞൊന്നും മുന്നണികൾ മുന്നിൽ കാണുന്നില്ല. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. BJP പ്രവർത്തകർ വലിയ ക്രെയിനൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ സ്ഥാനാർത്ഥികൾ വന്നു കഴിയുമ്പോൾ ആ ക്രെയിനിൽ ആ സ്ഥാനാർത്ഥികളെ ഉയർത്തി നിർത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ BJP പ്രവർത്തകർ, അതോടൊപ്പം ഇടതുപക്ഷ പ്രവർത്തകർ സമാനമായ രീതിയിൽ മറ്റ് ആഘോഷ പരിപാടികൾ, അങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഈ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. 3 മുന്നണികളും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രവചനാതീതമായിട്ടുള്ള അടിയൊഴുക്കുകളിൽ വലിയ ആശങ്ക മുന്നണികൾക്കുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ സഭയുടെ നിലപാട്, CSI സഭയുടെ നിലപാട്, നാടാർ വോട്ടുകളുടെ നിലപാട്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഒപ്പം തീരദേശ മേഖല എങ്ങനെ ചിന്തിക്കുന്നു എന്നതടക്കം വളരെ വളരെ നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ പലതുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥികൾ, മണ്ഡലത്തിന്റെ വികസനത്തിലൂന്നിയുള്ള ചർച്ച, വാദപ്രതിവാദങ്ങൾ, പതിവിന് വിപരീതമായി കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത വിധത്തിൽ നിയമക്കുരുക്കുകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം. സ്ഥാനാർത്ഥികളെ നിയമക്കുരുക്കിൽ, പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ നിയമക്കുരുക്കിൽ തളച്ചിടാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരൂരിനെ താക്കീത് ചെയ്യുന്നു, തരൂരിനെതിരെ സൈബർ സെല്ല് കേസെടുക്കുന്നു. അങ്ങനെ പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൊണ്ടും കൊടുത്തും വാക്പോര് കൊണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട്, വാക്ചരങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതിന് പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 1.5 മാസക്കാലം കണ്ട പ്രചരണത്തെ അതിന്റെ ഉത്തുംഗ സ്ഥായിയിലെത്തിച്ചുകൊണ്ട് ആവേശം കൊട്ടിയിറങ്ങാനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ പേരൂർക്കട ജംഗ്ഷൻ ആവേശത്തെരുവായി, ആവേശക്കടലായി പറഞ്ഞതുപോലെ പേരൂർക്കട ജംഗ്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെയും അവരുടെ പ്രവർത്തകരെയും കൊണ്ട് ആവേശക്കടൽ തീർക്കുമെന്ന ഉറപ്പാണ്.